ഹലോ, അപ്പോൾ എല്ലാവർക്കും അടുത്ത എൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുബേർ ഷാ ആണ്. 20 വർഷത്തെ പ്രവാസ ജീവിതം, അത്രയും ലോങ് ജേണിയാണ്. എവർഗ്രീൻ ചാനൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടമാണ് സാർ. 5 ചോദ്യങ്ങൾ നമുക്ക് സുബേർ ഷാനോട് ചോദിച്ചാലോ? റെഡി? ഓക്കെ. ഒരുപാട് ജോലികൾ UAE വന്ന് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കറിയാം, പല ജോലികൾ മാറി മാറിയിട്ടാണ് ഇപ്പോൾ ഈ ജോലിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ജോലികൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തന്നത് ഏത് ജോലിയാണ്? അതേപോലെ ഇപ്പോഴത്തെ ജോലിയിൽ എത്രത്തോളം സന്തോഷത്തിലാണ്? പ്രവാസി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബെറ്ററായ ജോലി ഇപ്പോൾ കിട്ടിയ ജോലിയാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രീഡം കാര്യങ്ങളുള്ള ജോബായിരുന്നു. നല്ല നമുക്ക് എന്തും നമുക്ക് ചോദിക്കാം, ആക്സെപ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നം ലീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ, ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സത്യസന്ധമായിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ കിട്ടിയത്. അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങളും ശമ്പളം കാര്യങ്ങളും അതെല്ലാം നല്ല കറക്റ്റ് കൃത്യങ്ങളാണ്. ഒരുപാട് ജോബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ 20 വർഷത്തിലാകുമ്പോൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പലതും ചെറുതും വലുതുമായിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷമഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വന്നത് ലാസ്റ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു ജോലി കിട്ടി. നല്ലൊരു കമ്പനിയിൽ തന്നെ ആയിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ. അൽഹംദുലില്ലാ ഇപ്പോൾ നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട്. 4 വർഷമായി ഇപ്പോൾ. ഇത്ര കാലത്തെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവപ്പെട്ട ഒരു സന്ദർഭം ഏതായിരിക്കും? അതേപോലെ ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്തായിരിക്കും? എൻ്റെ പ്രവാസി ജീവിതത്തിൽ ഞാൻ നല്ലോണം വിഷമിച്ചതെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് അജ്മാലിലൊരു ഷോപ്പ് എടുക്കാനായിരുന്നു. ഒരുപാട് വിഷമത്തിലായിരുന്നു. അതിൻ്റെ സങ്കടം എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ഷോപ്പ് എടുത്ത് അത് ഒരുപാട് ലോസായി, നഷ്ടങ്ങളായി, ജോബും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഉള്ള കമ്പനിയിൽ ഇപ്പോൾ ഇങ്ങനെ കയറിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 4 വർഷം ഒരു കമ്പനി ആണ്. ഇപ്പോൾ അതിലെ വർഷം ഇങ്ങനെ ചെയ്യുന്നത് അൽഹംദുലില്ലാ. അത് കിട്ടുന്നത് നമുക്കൊരു പ്ലസ് ആയിരുന്നു. ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് അബുദാബിയിലായിട്ട്, ഇവിടുന്ന് അജ്മാലിലായിട്ട് ഒരുപാട് സ്ഥലത്തുള്ള ഭയങ്കര വിഷമത്തിലാണുണ്ടായത്. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു കര കയറി എന്നൊന്ന് പറയാം. ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എന്താണ് ഇത്രയും കാലത്തിനിടയ്ക്ക്? ലൈഫിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വരുന്നത് നല്ല പഠിച്ച് ഒന്നെങ്കിൽ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ കയ്യിൽ ഒരു ഹാൻഡ് വർക്ക് എങ്ങനെ മസ്റ്റാണ്. മറിച്ചാൽ ഇവിടെ സെയിൽസിലോ മറ്റെങ്ങനെ കയറിയിട്ടൊരു കാര്യമില്ല. ഇവിടെ വേണ്ടത് നമുക്കൊരു പ്രൊഫഷൻ. അതാണ് നമ്മളെ ഭാവി എപ്പോൾ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അതെങ്കിൽ ഇവിടെ പ്രൊഫഷൻ ഇല്ലാതെ നമുക്കൊരു വിലയില്ല. മെയിൻ വേണ്ട ഇമ്പോർട്ടൻറ്റ് UAE വരുന്ന ഏത് പ്രവാസിക്കാട്ടും ഇനി UAE പുറത്ത് എവിടെ പോകുന്നാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ പ്രൊഫഷനാണ് പഠനം. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു ഫോക്കസ്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു ഫാർമസിസ്റ്റ് അത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് അതിനെക്കുറിച്ച് എന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു സ്കോപ്പ് കാരണം എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹാൻഡ് വർക്കാണ്, നമ്മളെ കൈത്തൊഴിലാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹാൻഡ് വർക്ക് കൈത്തൊഴിൽ, നമ്മളെ കൈത്തൊഴിൽ അതാണ്. അതേമാതിരി ഓരോരോ ജോബിനായിരുന്നു. ഇപ്പോൾ ട്രാവൽസ് ആയിട്ട് എന്താ അത് ഒരു നമ്മളൊരു കൈത്തൊഴിലാണ്. നമുക്ക് കൈത്തൊഴിലായിട്ടില്ല, നമ്മളൊന്ന് സെയിൽസ്മാനാണ്. അതാണ് പറഞ്ഞത്. ഇവിടെ വരുന്ന പ്രവാസികൾക്ക് എല്ലാവർക്കും നല്ലൊരു കൈത്തൊഴിൽ, അതാണ് മെയിൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ച് നല്ലൊരു കൈത്തൊഴിൽ വന്നാൽ നമുക്ക് അൽഹംദുലില്ലാ ലൈഫ് വരെ, നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ആ ലൈഫിൽ തുടങ്ങാം. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇഷ്ടം പോലെ സൗഹൃദങ്ങൾ. പല സ്ഥലങ്ങളിലും ഇപ്പൊ പല എമിറേറ്റ്സിലും താമസിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സൗഹൃദങ്ങളെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? അത് കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? സൗഹൃദങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഓരോരോ സൗഹൃദങ്ങൾ ഇങ്ങനെ. ഇപ്പോൾ ഒരു റൂം, ഇപ്പോൾ ഞാൻ ഒരുപാട് നാൾ 10 വർഷം കൽബിൽ നമ്മൾ അബുദാബിയിലുണ്ടായിരുന്നു. അബുദാബി ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ വാട്സാപ്പിലായിട്ട് കണക്ട് കാര്യങ്ങളുണ്ട്. പിന്നെ പല സ്ഥലത്ത് റാസൽ കെമ്മയിലും ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഷാർജയിൽ, അതുമാതിരി ഷാർജയിലുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ലാസ്റ്റത്തെ ഘട്ടം ഇവിടെ കൽബിലാണ്. ഇവിടുത്തെ നമ്മളെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബന്ധങ്ങളാണ്. സുഹൃത്ത് മാത്രമല്ല, ഒരു ബന്ധങ്ങൾ, അത് വേറെ തന്നെ ഒരു ഇതാണ്. നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാണ്. ഇവിടുത്തെ റൂമിൽ നമ്മൾ ആൾക്കാർ എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാണ്. അല്ലാതെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇതാക്കുന്നത്. നമ്മളൊരു ഫാമിലി ആൾക്കാരാണ്. ഇത്രയും കാലത്ത് വർക്ക് ചെയ്തു, ഇനി മുന്നോട്ടും ഇവിടെ നിന്ന് തുടരുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു ചാൻസ് കിട്ടുക നോക്കാം ഇവിടെ. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങും? അപ്പോൾ ആ ബിസിനസ് തുടങ്ങുമ്പോൾ അവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഏറ്റവും സാലറി അല്ലാതെ അവർക്ക് എന്ത് ഫെസിലിറ്റീസ് കൊടുക്കണം എന്നാണ് തോന്നുന്നത്? ഇപ്പം തന്നെ ഞാനൊരു 2-3 പ്രാവശ്യം ഷോപ്പ് തുടങ്ങിയിട്ട് ലോസ് ആകാനാണ്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെ ഞാൻ ഒന്നും കൂടി ചിന്തിക്കുന്നില്ല. പിന്നെ വേറൊരു പുതിയ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തുടങ്ങാനൊന്നും ഒരു ചിന്ത എനിക്ക് ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അഥവാ ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ബക്കാല അങ്ങനെ എന്ത് സൂപ്പർമാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെറിയൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ആയിട്ടപ്പോൾ ഉം. അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. ഒരു ബക്കാല അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം. അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് എനിക്ക് നല്ല പരിചയമുണ്ട്. ഓക്കെ. അതിന് അപ്പോൾ അങ്ങനെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് അങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റൂം ഫെസിലിറ്റി ഫുഡ് കാര്യങ്ങൾ നല്ല ശമ്പളം കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ വർക്കാണ്. ഉം. വർക്കേഴ്സിനാണ്, ലേബേഴ്സിനാണ്. ഉം. അവർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് എടുത്തില്ല നമുക്കൊരു ജോലിയുടെ കാര്യമുണ്ട്. ഉം. അപ്പോൾ സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് അവർക്ക് അഥവാ ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു റൂമും നല്ല ഫുഡും കാര്യങ്ങളുള്ള നല്ല സെറ്റിലാവും. ഉം. അവർക്കപ്പം എന്താ ആ ജോലിയിലും നമ്മളോട് ചെയ്യുന്ന ഒരു ആത്മാർത്ഥ ഉണ്ടാവും. നമ്മളോട് ഒരു ആത്മാർത്ഥ ഉണ്ടാവും. തീർച്ചയായും. ഉം. അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. ഇവിടെ സപ്പോർട്ടിങ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ലേബേഴ്സ്. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നേടാൻ പറ്റട്ടെ. ആ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്.